ഹലോ, എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കുഴിപ്പണിയാരം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്ന് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് ഇഡ്ഡലി അരി കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഉഴുന്ന് കൂടി വേണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി വേണം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊരു 5 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയ്ക്കെല്ലാം അരച്ചെടുക്കുന്ന പോലെ നമുക്ക് മാവാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇതൊരു 6 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വന്നോളും. അപ്പോൾ നല്ല പുളിച്ചിട്ടുള്ള മാവാണ് നമുക്ക് ഈ ഒരു പണിയാരമൊക്കെ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ ഇതിൽ നിന്നൊരു പകുതി മാവ് എടുത്തിട്ടാണ് നമ്മളിന്നത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും മാവിലാണ് നമ്മളിന്ന് ഈ പണിയാരം തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്കൊരു പാനൊന്ന് വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് കൂടി ചേർക്കണം. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉഴുന്നും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്. അപ്പോൾ ഇത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന സവാള അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് നമുക്ക് ഈ മാവ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വയ്ക്കാം. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വീതം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാറ്റിലും എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇതേപോലെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് നിറച്ച് മാവ് ഒഴിക്കേണ്ട, നമുക്കൊരു 1/4 ഭാഗത്തോളം കുഴിയുള്ള മാവ് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഈ മാവ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതേപോലെ ഇരിക്കണം നമുക്ക് മാവ്. ഒരുപാട് ലൂസായിട്ട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമുക്ക് കുഴിപ്പണിയാരം കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവരിലും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഴിപ്പണിയാരം ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കുഴിപ്പണിയാരം റെഡി ആയിട്ടുണ്ട്, സ്പൈസി കുഴിപ്പണിയാരം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ചട്നി കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ ഒരു പാനൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊന്ന് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ഒരു 5 ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മുളകൊക്കെ ഇതിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരേക്കും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൽ മുളകെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടി ഇനി നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ഇതിലിപ്പോൾ തക്കാളി, ഉള്ളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം ഇത് നമുക്ക് താളിച്ചിടണം. ഞാനിപ്പോൾ താളിക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല വീഡിയോയിൽ. അപ്പോൾ ഈ ചട്നി താളിക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളകും അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പൈസി ചട്നി റെഡി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.